കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അമ്മമാർ ആദ്യം സ്വയം സംശയിക്കാനാവും തുടങ്ങുന്നത്. അതായത് ഇനി പാല് കുറവായതുകൊണ്ടാണോ, അതും അല്ലെങ്കിൽ പാലിന് കട്ടിയില്ലാഞ്ഞിട്ടാണോ, ഇനി അങ്ങനെ പല പല സംശയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിന്നിമായും. സ്വാഭാവികം. പക്ഷേ ഇതിന്റെ കൂടെ ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ചെയ്യാത്ത, അതായത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു എൻവയോൺമെന്റും കൂടെ ആണെങ്കിൽ തീർന്നു മക്കളെ. ഇത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ ആരുടെയൊക്കെയോ ഫേസ് വന്നില്ലേ? പക്ഷേ ഇൻലോസ് മാത്രം ആവണമെന്നില്ല കേട്ടോ. ഇത് സപ്പോർട്ട് ചെയ്യാത്ത സ്വന്തം വീട്ടുകാരെ വരെ ഉണ്ട്. അതായത് പാലില്ല പാലില്ല എന്ന് ഫുൾ ടൈം നമ്മൾ പ്രസവിച്ചെടുക്കുന്ന അമ്മമാരോട് പറഞ്ഞ് അവരുടെ മനസ്സിനെ ആകെ പാനിക് ആക്കും. അങ്ങനത്തെ സ്വന്തം വീട്ടുകാരും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞു വന്നത് ഇതിനെ പറ്റി, അതായത് ഇതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ ആദ്യം പ്രഗ്നൻസിയിലെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റ്മോർട്ടം ജേർണി കുറച്ചും കൂടി ഈസി ആവും. ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്ക് പാല് തികയാനത്തെ പ്രശ്നം കൊണ്ടാവണമെന്നില്ല. പക്ഷെ കോണ്ടാക്ട് നാപ്പിങ്ങിന് വേണ്ടിയിട്ട്, അതായത് നമ്മളോട് ചേർന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ കരയുന്നുണ്ടാവുക. സംഭവം സിംപ്ലി സോൾവ് ആവുന്നതേ ഉണ്ടാവും.